നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂവിൽ 2022 മെയിലെ മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ വലിയൊരു മൂവ്മെൻറ്റ് വന്നായിരുന്നു. കുറച്ച് മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഓൾമോസ്റ്റ് ഒന്ന് കയറിയതിന് ശേഷം നമ്മുടെ ആശ എന്ത് ചെയ്തു, 48,425 24 വരെ പോയി തിരിച്ച് വീണ്ടും ഇറങ്ങി താഴേക്ക് വന്ന് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇന്നത്തെ ക്ലോസിംഗ് 48,153 പറഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ്, അതായത് നമ്മളെ വി വാപ്പിൻ്റെ ആ ഭാഗത്തൊക്കെ തന്നെയാണ്, അത് ഈ വി വാപ്പിൻ്റെ ഭാഗത്തൊക്കെ തന്നെയാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ 135 പോയിൻറ്റ് മൈനസിലാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മാത്രമായിരുന്നു ഇന്ന് ഒരു 62 പോയിൻറ്റ് പ്ലസ്സിൽ ക്ലോസ് ചെയ്തതും. അവൻ നമ്മളത്തെ ഇന്നലെ പറഞ്ഞ എല്ലാ ലെവലുകളും ഭേദിച്ച് 630 വന്നു. 630 മുകളിൽ അവൻ എന്ത് ചെയ്തു, 706 വരെ പോകാൻ ശ്രമിച്ച് നടക്കാതെ തിരിച്ച് 605 ഭാഗത്ത് അവൻ ക്ലോസ് ചെയ്തു. സോ നിഫ്റ്റി കൃത്യമായി ആ പറഞ്ഞ ലെവലൊക്കെ വന്നായിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ച്. സോ നമുക്കിനി നോക്കേണ്ടത് നമുക്ക് എന്തൊക്കെയാണ്, നമ്മളെ ഈ ലെവൽസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് എന്നിട്ട് നമുക്ക് പൊതുവായിട്ട് നോക്കുമ്പോൾ നമ്മളെ ബാങ്ക് നിഫ്റ്റിയിൽ പൊതുവായിട്ട് ഒരു RBIയുടെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അവരുടെ T-ബിൽസിൻ്റെ ഓപ്ഷൻ 1.32 ലാക്സിൽ നിന്നും 72,000 ക്രോസിലേക്ക് കുറച്ചു എന്ന് പറഞ്ഞു. അത് ബാങ്ക്സിന് ലിക്വിഡിറ്റി ഉണ്ടാകുന്ന ന്യൂസാണ്. പക്ഷേ ആ ന്യൂസ് പ്രകാരമുള്ള ഒരു മൂവ്മെൻറ്റും നമ്മളെ ബാങ്ക് നിഫ്റ്റി തന്നില്ല. പ്യുവർലി ഞാൻ എന്തുകൊണ്ട് ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ പ്യുവർലി ലോക്കൽസിൻ്റെ പ്ലേ മാത്രമായിരുന്നു. അത് വലിയ ഓർഡർ ഫ്ലോയ്ക്കകത്ത് വല്ലാത്ത ഒരു ഒട്ടും വോളിയമേ ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് അത് പറയാനുള്ള കാരണം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഓർഡർ ഫ്ലോയ്ക്കകത്ത് ബാങ്ക് നിഫ്റ്റി ഇന്ന് മോർണിംഗിലെ വോളിയം കുറവായിരുന്നു. ഇവിടെ ഒരു ഇതാണ് ബാങ്ക് നിഫ്റ്റി ഇവിടെ 48,054 ഭാഗത്ത് ഒരു ഫെയിൽഡ് ഓപ്ഷൻ തന്നു. അത് കൺഫേം ചെയ്തതിന് ശേഷം അവ ഏകദേശം പറഞ്ഞ ഈ 153 ഭാഗത്തൊക്കെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഏകദേശം ഈ ഭാഗത്തൊക്കെയാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി. സോ അത് പ്രകാരം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഇതിൽ വലിയ വോളിയം ഉണ്ടെന്ന് നോക്കുക നിങ്ങൾ. വലിയ ഓൾമോസ്റ്റ് ഇടയ്ക്ക് വന്ന് ഈ സെല്ലിംഗ് എല്ലാം പ്ലസ് ആയി ഓൾമോസ്റ്റ് ഡെൽറ്റ നെഗറ്റീവായി ഫ്ലാറ്റായി തിരിച്ച് വീണ്ടും ഈ ആകെപ്പാടെ ഏറ്റവും കൂടുതൽ വോളിയം നടന്നത് ഈ ലാസ്റ്റ് 45 മിനിറ്റ്സ് നടന്ന ഈ എല്ലിലും എമ്പിലും നടന്ന വോളിയത്തിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ആക്ച്വലി നടക്കേണ്ട വോളിയത്തിനെക്കാട്ടിയും കൂടുതൽ കുറച്ച് വോളിയം നടന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 48,186 എന്ന് പറഞ്ഞാൽ ഈ LPDൻ്റെ POCക്ക് മുകളിലായിരിക്കും അവനൊരു ട്രെൻഡ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ടിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പേ നമുക്കൊരു കാര്യം ചെയ്യുന്നതാണ്, ഈ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസൊക്കെ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രഷായിട്ട് മാർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് എല്ലാ കാര്യത്തിനെയും കൊണ്ടുവരാം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് എല്ലാം ഒന്ന് മാർക്ക് ചെയ്യണം. കാരണം നമ്മളെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുണ്ട്, അതെല്ലാം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കണം. ഓക്കെ, നമുക്ക് കടക്കാമോ? നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ആ ഒരു ചാർട്ടിലേക്ക് നമുക്ക് കടക്കാം ഏവർക്കും. സോ ഇത് നിങ്ങൾ കാണുന്നത് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്. നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് പോലെ നിഫ്റ്റി നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. POC ഇന്ന് ഫോം ചെയ്തിരിക്കുന്നത് 22,631 POC ഫോം ചെയ്തിരിക്കുന്നത്. സോ അവ ഇന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ ഓപ്പൺ ചെയ്ത് എക്സെഷൻ ഡി പീരീഡിൽ എക്സെഷൻ തന്ന് ഫസ്റ്റ് ടാർഗറ്റ് Fയിൽ വന്നു, സെക്കൻഡ് ടാർഗറ്റ് Fൽ തന്നു, തേർഡ് ടാർഗറ്റിന് ഏകദേശം അടുപ്പിച്ച് വരെ പോയി. എത്ര വരെ പോയെന്ന് പറഞ്ഞാൽ ഏകദേശം അടുപ്പിച്ച് വരെ ആശാൻ പോയിട്ട് അത് ഏകദേശം അത് തേർഡ് ടാർഗറ്റിൻ്റെ മുകളിൽ വരെ പോയി തിരിച്ച് വീണ്ടും ഇറങ്ങി. ഏകദേശം പറയുകയാണെങ്കിൽ വി വാപ്പിൻ്റെ ഭാഗത്തേനാണ് ലാസ്റ്റ് ടെക്ക് വന്ന് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ആവറേജ് ക്ലോസിംഗ് പ്രകാരം 22,605 കാണിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മളെ വി വാപ്പ് വന്ന് 592 POC വന്ന് 631 സോ നമ്മളെ സംബന്ധിച്ച് 22,631 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 22,706 എന്ന് പറഞ്ഞ ഈ ലെവലും അതിന് മുകളിൽ 22,784 എന്ന ഈ ലെവലും വരാൻ ചാൻസ് ഉണ്ട്. ഇനി അതിന് മുകളിലാണെങ്കിൽ 784 മുകളിലാണെങ്കിൽ 845 എന്ന് പറഞ്ഞാൽ ഈ ലെവലും ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി താഴോട്ടാണെങ്കിൽ ഇന്നത്തെ POCക്ക് താഴെ നിൽക്കുന്നുണ്ട് വി വാപ്പായ 22,590 താഴെ 585 താഴെ നിൽക്കുന്നിടത്തോളം കാലം 22,515 എന്ന് പറഞ്ഞാൽ ഈ ഇന്നലത്തെ കഴിഞ്ഞ 2-3 ദിവസത്തെ POCയും അതിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം 485ഉം അതിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം 400ഉം 400ന് താഴെ ഈ പറഞ്ഞ 323 എന്ന് പറഞ്ഞ വി വാപ്പും POCയും സപ്പോർട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ലെവലൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാമല്ലോ അല്ലേ. നമുക്ക് ആ ലെവലിൽ നമുക്ക് ഇതിലേക്ക് മാർക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ പ്രകാരം
ഇന്നത്തെ പി ഒ സി എത്രയാണ് നമ്മൾ നിഫ്റ്റിയിലെ പി ഒ സി 22,631. അപ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് 22,631 ആണ് നമ്മളെ പി ഒ സി ഇന്നത്തെ പി ഒ സി. ആ പി ഒ സി ഞാനൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കട്ടെ. ഓക്കെ 630.11. ഓക്കെ ഞാൻ അതിവിടെ എന്നിട്ട് ഈ ഭാഗത്ത് തന്നെ മാർക്ക് ചെയ്ത് വെച്ചു, പി ഒ സി മാർക്ക് ചെയ്തു. അതിന് മുകളിൽ നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഏതാണ് 630 മുകളിൽ നിൽക്കുന്ന കാലം 710 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഏരിയ 706 എന്ന് പറഞ്ഞാൽ 705 മതി, 705 മാർക്ക് ചെയ്ത് വയ്ക്കുക. അത് ബ്ലാക്ക് ആണ് കാരണം റെസിസ്റ്റൻസ് അല്ലേ, അത് ബ്ലാക്ക് വയ്ക്കുക. അതിന് മുകളിൽ അടുത്ത വരുന്നത് ഏതാണ് 705 മുകളിൽ 788 എന്ന് പറഞ്ഞ ആ ഒരു ലെവൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ 788. ഓക്കെ ഇത് അതിന് മുകളിലാണെങ്കിൽ 845 എന്ന് പറഞ്ഞ പഴയ ഒരു ഏരിയയാണ് നമുക്ക് വേണ്ടത്. അത് മുന്നേ കൊണ്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കും. ഓക്കെ അതിന് ഇനി ഇനി താഴേക്ക് വരുമ്പോൾ അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 22,590, അതായത് 515 എന്ന് പറയുന്നത് അതാണ് നമ്മളെ സപ്പോർട്ട്. എത്രയാണ് 515 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മുമ്പത്തെ ദിവസത്തെ പി ഒ സി. അതിനെ ഞാൻ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ ഇത് ആ പി ഒ സി. അതിന് താഴെ നിൽക്കുമ്പോൾ അടുത്ത എന്താണ് അടുത്ത വരുന്നത് 515 താഴെ അടുത്തത് 485 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ 485 ആ ദിവസത്തെ ഹൈ. വെച്ചു. അതിന് താഴെ 400ഉം അതിന് താഴെ 323 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ദിവസം മുമ്പത്തെ പി ഒ സി. അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ ഇത്രയും കഴിഞ്ഞു. അതാണ് നമ്മളെ ബാങ്ക് നിഫ്റ്റിയിൽ നാളത്തെ ലെവൽ. അപ്പോൾ ഇത്രയും ലെവൽ കൊടുക്കുക. 630 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 705, അതിന് മുകളിൽ 788, അതിന് മുകളിൽ 845. ഇനി 630 താഴെ നിൽക്കണമെങ്കിൽ 515 എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പി ഒ സി. അതിന് താഴെ 480, അതിന് താഴെ 400, അതിന് താഴെ 323 എന്ന് പറഞ്ഞ ലെവലിലേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ലെവലിലേക്ക് നമുക്കൊന്ന് പോവാം. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ പ്രകാരം ബാങ്ക് നിഫ്റ്റി ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ഒരേ റേഞ്ചിലായതുകൊണ്ട് ഞാൻ ആ ഇതിനെ സ്പ്ലിറ്റ് ഞാനത് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ 3 ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഇന്നും അവ നോർമൽ വേരിയേഷൻ അപ്പോൾ തന്നിട്ട് ഫെയിൽ ഓപ്ഷൻ ന്യൂട്രൽ ഡേ ആണ് ബാങ്ക് നിഫ്റ്റിയുടെ പ്രൊഫൈൽ പറയാം. ന്യൂട്രൽ ഡേ നിങ്ങൾ ഓർത്തോളുക, ന്യൂട്രൽ ഡേ ആൾവേസ് ഫോളോഡ് ബൈ എ ബാലൻസ് ആൻഡ് ട്രെൻഡ് ഡേ. സോ ഒന്നുകിൽ നമുക്ക് നാളെ ട്രെൻഡ് ഡേ വരാനുള്ള ചാൻസ് കൂടുതലാണ്, ഇല്ല എങ്കിൽ ഒരു ബാലൻസിങ് ഫോർമേഷൻ വരാനുള്ള ചാൻസും കൂടുതലാണ്. സോ ഞാൻ ഈ ലെവലുകളൊക്കെ ഞാനതിന് മെർജ് ചെയ്തു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, മാർക്കറ്റ് ഒരേ മൂവ്മെൻ്റ് ഒന്നും നടക്കാത്തതുകൊണ്ട് ഞാൻ ഈ ലെവലൊക്കെ മെർജ് ചെയ്തു. എന്താണ് ഇന്നത്തെ പി ഒ സി ആയ 48,244 മുകളിൽ മാത്രമേ ബൈ വരുള്ളൂ. 48 to 44 മുകളിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ എത്ര വരെ പോവാം 48,425. അതിന് മുകളിൽ നിൽക്കുമ്പോൾ നമ്മൾ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ 425 മുകളിൽ നിൽക്കുമ്പോൾ 48,650 എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ പ്രിൻറ്റും 650 മുകളിൽ അടുത്തത് 824 എന്ന് പറഞ്ഞാൽ ഈ ലെവലും വരാൻ ചാൻസ് ഉണ്ട്. ഇനി താഴോട്ടാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 48,054 താഴെ നിൽക്കുകയാണെങ്കിൽ 47,881, അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 47,775, അതിന് താഴെ 47,681 ഈ പി ഒ സിയും, അതിന് താഴെ 47,000 നമ്മുടെ ഏതാണ് 47,521 പറഞ്ഞ ഈ ഒരു ലെവലും താഴേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഞാൻ ബാങ്ക് നിഫ്റ്റി ലെവലും ഞാൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ബാങ്ക് നിഫ്റ്റിയുടെ ലെവലും കൂടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. സോ ഇന്നത്തെ പി ഒ സി എവിടെയാണ് ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ പി ഒ സി നിൽക്കുന്നത് 47,244 മുകളിൽ 250, അതിന് മുകളിൽ മാത്രമേ ഇനി ഒരു ബൈയിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആ ലെവൽ ഞാൻ ഒന്ന് മാർക്ക് ചെയ്യിക്കാം. 47,250 എന്ന് പറഞ്ഞ ആ ലെവലാണ് ഇന്നത്തെ പി ഒ സി. ഇപ്പോൾ ഇതിനെടുത്ത് നേരെ കൊണ്ടുവന്ന് നമുക്ക് 47,250 നമ്മളെ പി ഒ സി ഇന്നത്തെ 250 നമുക്ക് മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ അവിടെ നമ്മൾ ഇന്നത്തെ പി ഒ സി. അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ പറഞ്ഞ 425 എന്ന് പറഞ്ഞ ഏതാണ് ഇത്, അതിന് മുകളിൽ 5, അതിന് മുകളിൽ 650, 650ക്ക് മുകളിൽ ഇതിനെ മാറ്റുക, ഇത്രയും വയ്ക്കുക. ഓക്കെ
425, 650, 880. ഇനി അടുത്ത വരേണ്ടത് ഈ താഴോട്ടാണെങ്കിൽ നമുക്ക് 48,054 ഒരു സപ്പോർട്ടാണ് ഈ പറഞ്ഞ ഈ സപ്പോർട്ട്. അതിന് താഴെ വന്നു കഴിഞ്ഞാൽ അടുത്തത് വന്നത് 47,880 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ, 881 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ നമുക്ക് ഓക്കെ. ഇതും അതാണ് 681. അതിന് താഴെ വരികയാണെങ്കിൽ 48,458 ഈ ലെവൽ നമുക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. സോ ബാങ്ക് നിഫ്റ്റിയെക്കാട്ടി മൂവ്മെൻറ്റ് പ്രതീക്ഷ എനിക്ക് വളരെയധികം കൂടുതലാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ബാങ്ക് നിഫ്റ്റി ഇന്ന് ന്യൂട്രൽ ഡേ എന്നു താഴെ ഇന്ന് വന്ന ഈ ലോ ഒരു FI ആണ്, ഫെയിൽഡ് ഓപ്ഷനാണ്. ഫെയിൽഡ് ഓപ്ഷൻ അത് കൺഫേം ചെയ്തു. അവൻ അരമണിക്കൂർ കൂടുതൽ നിന്ന് ഏകദേശം നോക്കുകയാണെങ്കിൽ അരമണിക്കൂർ ക്യാൻഡിലിൽ കൂടുതൽ 340 മുകളിൽ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്തു. സോ ഇറ്റ്സ് എൻ ഫെയിൽഡ് ഓപ്ഷൻ കൺഫേംഡ് ആണ്. ഫെയിൽഡ് ഓപ്ഷൻ പ്രകാരം ഇതിൻ്റെ ടാർഗറ്റ് വരുന്നത് 48,600 റേഞ്ചാണ്. അത് പൊട്ടുകയാണെങ്കിൽ 47,459 ഈ ലെവലും വരാം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇതാണ് FIയുടെ ടാർഗറ്റ്. ഞാൻ അതിനെ വേറൊരു കളറിൽ വയ്ക്കാം, ബ്ലൂ കളറിൽ വയ്ക്കാം. ഇതാണ് നെഗറ്റീവ് FIയുടെ ടാർഗറ്റ് ഇതാണ്. അതാണ് ഞാൻ ആ കളറിനെയും ബ്ലൂവിലേക്ക് മാറ്റിയത്. സോ ഒന്നുകിൽ നമുക്ക് ടാർഗറ്റ് പകരം അപ്പോൾ 650 തരാം, ഇല്ലെങ്കിൽ ഇത് പൊട്ടി താഴെ ഇന്നത്തെ FIയിൽ താഴെ വരികയാണെങ്കിൽ ഈ സാധനം വരാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയാണ് ന്യൂട്രൽ ഡേ വന്നതുകൊണ്ട് നാളെ ഒന്നുകിൽ ബാലൻസ് ഡേ ആവാം, ഇല്ല എങ്കിൽ നാളെ എക്സ്പയറിയും കൂടെ ആയതുകൊണ്ട് ഒരു ബിഗർ മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഞങ്ങളുടെ വീഡിയോ കാണാത്തവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ലൈക്കും കമൻറ്റും നൽകി ഞങ്ങൾക്ക് സപ്പോർട്ട് തരിക. ഏവർക്കും വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങളുടെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ടെലിഗ്രാം ലിങ്ക് ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ ട്രേഡിംഗ് ലൈവ് റൂമിൻ്റെ എന്തെങ്കിലും ഡെമോ വേണമെങ്കിൽ, അതായത് ലൈവ് റൂമിൽ നിങ്ങൾക്ക് ഒരു 3-4 ദിവസം നിങ്ങൾക്കത് വാച്ച് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ട്രേഡിങ്ങിൻ്റെ നമ്മളെ ടെലിഗ്രാം മല്ലു മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ അതിൽ ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ്. ആ ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിച്ച് നമ്മുടെ ലൈവ് ട്രേഡിംഗ് റൂമിൽ ആക്സസ് ചെയ്യുവാനും 2-3 ദിവസം നിങ്ങൾക്ക് മാർക്കറ്റിൽ ടൈമിൽ വാച്ച് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരിക്കുന്നതാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് എല്ലാവർക്കും ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ.